മരക്കുരിശിന്റെ പരാജയ കഥകൾക്കുമേലെ മരണത്തെ ജയിച്ചെത്തിയ ഉത്യതനെഴുതിയ ഉയർപ്പിന്റെ കഥയുടെ ആരംഭം. മാമരക്കുരിശിൽ മാറുപിളർന്ന് നമ്മെ രക്ഷിച്ച മിശിഹായുടെ സ്നേഹഗീതയുടെ അലയടി ഉയരുന്ന ദിനം ഈസ്റ്റർ. അധികാരത്തിന്റെ അന്ധകാരവും അജ്ഞതയും സത്യത്തെ ക്രൂശിൽ തറച്ചപ്പോൾ അഴിഞ്ഞു വീണത് പ്രത്യാശയുടെ വിജയാവരണമായിരുന്നില്ല, മറിച്ച് അസത്യത്തിന്റെയും ഭീരുത്വത്തിന്റെയും അധികാരഭ്രമത്തിന്റെയും പരാജയത്തിന്റെയും അഴുകിയ മുഖംമൂടികളായിരുന്നു. നീതിമാനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തതിൽ കലുഷിതമായ മനസ്സുമായിരിക്കുന്ന പിലാത്തോസിന്റെ ഹൃദയത്തിലേക്കും യഹൂദ മത നേതൃത്വത്തെ പ്രീതിപ്പെടുത്താൻ കഴിഞ്ഞതിന്റെ രാഷ്ട്രീയ നേട്ടത്തെ വിലയിരുത്തുന്ന സഭാംഗങ്ങളുടെ ഇടയിലേക്കും കടന്നുവന്ന പതിഞ്ഞ കാൽവെപ്പുകൾ. ജോസഫും നിക്കോദേമോസും. ധാർമ്മികനായി വാണ യോസേപ്പിന്നോതും മാനവനേകൻ മശിഹ തൻ ഗാത്രം പ്രാപിപ്പാൻ ചെന്നു പീലാത്തോസോടായി അർത്ഥിച്ചേവം. ഇസ്രായേലിന്റെ ഗുരു, എന്താണ് പതിവില്ലാതെ രാജ്യസദസ്സിലേക്ക് ഒരു സന്ദർശനം? എന്തേ പതിവില്ലാത്തൊരു പിരിമുറുക്കം? മുഖമെന്തേ മൂടിക്കെട്ടിയ ആകാശം കണക്കെ കറുത്തിരിക്കുന്നു? എന്തെങ്കിലും രാജ്യസദസ്സിൽ അവതരിപ്പിക്കാനുണ്ടോ? യഹൂദ മത നേതാക്കൾ അങ്ങേ കേൾപ്പിച്ചു തന്ന അവർ ക്രൂശിലേറ്റിയ ഈശോയുടെ മൃതശരീരം ഞങ്ങൾക്ക് വിട്ടുകിട്ടാൻ അങ്ങയുടെ പക്കൽ അപേക്ഷയുമായി വന്നതാണ് ഞങ്ങൾ. ഏത് ആ നസ്രായക്കാരൻ രാജാവിന്റെ മൃതശരീരം ചോദിച്ചു വന്നവരാണോ നിങ്ങൾ? നിങ്ങളുടെ പ്രവാചകൻ ഗുരു കാത്തുകാത്തിരുന്ന നിങ്ങളുടെ മിശിഹ ദൈവപുത്രനാണ് പോലും. 40 സംവത്സരങ്ങൾ കൊണ്ട് പണിതീർത്ത ദേവാലയം തകർത്താൽ 3 ദിനം കൊണ്ട് പണിതീർത്തു തരാമെന്ന് വീമ്പ് പറഞ്ഞവർ ഇതിനോടകം മരിച്ചു കഴിഞ്ഞുവെന്നോ? മരിച്ചവരെ ഉയർപ്പിക്കുന്നവന് സ്വയം രക്ഷിക്കാനായില്ലേ? ഒരു രക്ഷകൻ പോലും. ഞാൻ അരിമത്യക്കാരൻ ജോസഫ്. 100 റാത്തരോളം സുഗന്ധദ്രവ്യമായിട്ട് ഞങ്ങൾ വന്നത് ഞങ്ങളുടെ ഗുരുവിന്റെ ശരീരം യഹൂദ വിധിപ്രകാരം അടക്കം ചെയ്യാനാണ്. ദയവായി ഞങ്ങൾക്ക് അതിനുള്ള അനുവാദം തരണം. നിങ്ങൾ അവന്റെ ശിഷ്യന്മാരല്ലല്ലോ. അവന്റെ കൂട്ടത്തിൽ നിങ്ങളെ ഞങ്ങൾ കണ്ടിട്ടുമില്ല. പിന്നെ നിങ്ങൾക്ക് എന്തിനു ഞങ്ങൾ അവന്റെ മൃതശരീരം വിട്ടുതരണം? ഞങ്ങൾ അവൻ്റെ ശിഷ്യന്മാർ തന്നെയാണ്. ഭയം കൊണ്ടാണ് ഞങ്ങൾ അത് ഇതുവരെ പുറത്തു പറയാതിരുന്നത്. ഇനിയിപ്പോ ഭയത്തിന് എന്തു പ്രസക്തി? ഇപ്പോൾ ഞങ്ങളെ ഭയമില്ലെന്നാണോ? മതി പരിഹസിച്ചത്. ഇവർക്ക് വേണ്ടത് ആ നസ്രായക്കാരന്റെ ശരീരമാണെങ്കിൽ അവന്റെ ജീവൻ വിട്ടുപോയെന്ന് നിങ്ങൾ ഉറപ്പാക്കുക. ശേഷം അവന്റെ ശരീരം അവർ ഏറ്റെടുക്കട്ടെ.
കല്ലറയുടെ കാവൽ അതിശക്തമായിരിക്കണം. ശരിയാ, അവന്റെ ശിഷ്യന്മാർ പഠിച്ച കള്ളന്മാരാ. കണ്ട ചുങ്കക്കാരും മൂക്കന്മാരുമല്ലേ, അതങ്ങനെയൊക്കെ വരൂ. അവന്മാർ ഇപ്പോഴേ പറഞ്ഞു തുടങ്ങി, ഈ നസ്രായൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന്. ഇവൻ മരണത്തെ ജയിക്കും പോലും. ദൈവപുത്രനാണെന്ന് അവന്റെ പ്രഖ്യാപനം. എന്നിട്ടിപ്പോ കണ്ടില്ലേ, ഉടുതുണിയില്ലാതെ രക്തത്തിൽ കുളിച്ച് കരഞ്ഞു നിലവിളിച്ച്. അവസാനം എന്തോ വലിയ വായയിൽ നിലവിളിക്കുന്നുണ്ടായിരുന്നല്ലോ, ഹേ ഹേ നാമസഭക്താലി, അങ്ങനെ എന്തൊക്കെയോ. എങ്ങനെ ഉപേക്ഷിക്കാതിരിക്കും ദൈവദൂഷണം പറഞ്ഞവനെ? ഇവന്റെ ശരീരം മണ്ണോട് മണ്ണാവുന്നതുവരെ നമ്മൾ കാവൽ നിൽക്കണം. ഇവന്റെ നാമം പോലും ഇനി ആരും ഉച്ചരിക്കരുത്. ഇവനെക്കുറിച്ചുള്ള ഓർമ്മ പോലും ഇസ്രായേലിൽ നാമ്പെടുക്കരുത്. ഈ മൂങ്ങകൾക്കൊന്നൊരു ഉറക്കൂലേ? നമുക്ക് ഈ കല്ലറയ്ക്ക് കാവൽ നിൽക്കേണ്ട വല്ല കാര്യമുണ്ടാ? നമുക്ക് കിടന്നുറങ്ങിയാലോ? നീ എന്ത് മണ്ടത്തരമാണ് പറയുന്നത്? ഈ മനുഷ്യൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്നല്ലേ പ്രവചിച്ചിരിക്കുന്നത്? അവന്റെ ശിഷ്യന്മാർ വന്ന് അവന്റെ ശരീരം മോഷ്ടിച്ചുകൊണ്ടെങ്ങാനും പോയാൽ നമ്മെ അയച്ചവരോട് നമ്മൾ എന്ത് സമാധാനം പറയും? നീ പറഞ്ഞാലും കാര്യമുണ്ട്. അല്ല, ഇനി എങ്ങാനും അയാൾ ഉയർത്തെണീറ്റാലോ? നീ പേടിക്കണ്ടടാ, അതാ കുറുനരി കിടന്ന് കരയുന്നതാ. അന്ന് ഇയാളെ കുരിശി കയറ്റിയപ്പോ സംഭവിച്ച കാര്യങ്ങളൊക്കെ നീ മറന്നോ? അന്ന് പേടിപ്പിക്കുന്ന രീതിയിൽ പല കാര്യങ്ങളും നടന്നായിരുന്നു. ഇനി എന്താവോ എന്തോ. എന്തെങ്കിലും ആവട്ടെ, ഞാൻ കിടന്നുറങ്ങാൻ പോവാണ്, നീ നോക്ക്. രാജാതിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറാ. രാജാതിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറാ. രാജാതിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറാ.
കാലമാ